ഞാനൊരു 7-8 പേരുമായിട്ട് പ്രണയബന്ധങ്ങളുണ്ടായിരുന്നു. അത് 2-3 ദിവസം അല്ലെങ്കിൽ ഒരു നൈറ്റ് മാത്രം നിന്ന് പോകുന്നു. നല്ല വിശപ്പുണ്ട്. ആ സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിച്ചു തുടങ്ങിയാൽ ആ വിശപ്പ് അങ്ങ് പോവും. ഇതുപോലെ പല കാര്യങ്ങൾ ചേർന്ന് ഇണങ്ങി വരുമ്പോഴാണ് പ്രണയം ശരിക്കും പറഞ്ഞ് പുഷ്പിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ട്യൂൺ ചെയ്യാൻ പറ്റുന്ന ആരാണെന്ന് ചോദിച്ചാൽ അവരായിട്ട് കൂട്ടുകൂടുക എന്നുള്ളതാണ്. സാറിൻ്റെ ഒരു യൂത്ത് പീരീഡിൽ ഈ ഒരു ഡേറ്റിംഗ് ആപ്പ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? എന്നെ പ്രണയിക്കുന്നവർ ധാരാളം. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഞാൻ അനുഭവിക്കൂ. ഒരു സമയത്ത് 2 പേരെയൊക്കെ പ്രണയിക്കുക എന്ന് പാടുവരും. അങ്ങനെ പോസിബിൾ ആണോ സാർ? എല്ലാവരും പറയും ഒരു ഡിവൈൻ ലവ് എന്ന് പറയുമ്പോൾ നമുക്കത് ഒരാളോട് മാത്രമേ ഒരു ജീവിതത്തിൽ തോന്നുള്ളൂ എന്നൊക്കെ പറയാം. അതൊക്കെ പൊളിച്ചടിക്കാണ് സാർ പറയാം. ഡിവൈൻ എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ തന്നെ ഒരിക്കലും ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നതിന്. നമുക്ക് പലരോട് പ്രണയം തോന്നും. ഇണകളെ കിട്ടാതിരിക്കുകയോ ഒന്നും എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല. ഒരു ആപ്പ് വേണം അപരിചിതരായ ഒരാളെ പരിചയപ്പെടാനായിട്ട്. അങ്ങനൊരു പ്രശ്നം ഞാൻ അനുഭവിച്ചിട്ടേ ഇല്ല. സാറിൻ്റെ ഒരു മണി സോഴ്സിനെ പറ്റി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. മറ്റേ ആളുകൾ ജീവിക്കുന്നത് പോലെ അല്ല ഞാൻ ജീവിക്കുന്നത്. ധനം ഉണ്ടാക്കി ജീവിക്കുക എന്ന് പറയുന്നത് തീരെ ചെയ്തിട്ടില്ല. 3 നേരം ഭക്ഷണം കഴിക്കുന്നത് തന്നെ ഇല്ല. ഉച്ചയ്ക്ക് ഒരു നേരമാണ് കഴിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഡേറ്റിംഗ് ആപ്സ് ഒരുപാടായിട്ടുണ്ട്. സാറിന് എപ്പോഴെങ്കിലും സാറിൻ്റെ ഒരു യൂത്ത് പീരീഡിൽ ഈ ഒരു ഡേറ്റിംഗ് ആപ്പ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? കാരണം എനിക്കൊന്ന് കണക്ട് ചെയ്യാൻ എളുപ്പമാണ് സാർ. ഇന്നിപ്പോൾ ഡേറ്റിംഗ് വ്യക്തി ജീവിതത്തിലില്ല. ഇല്ല. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ആളുകളെ ഇണക്കാൻ അറിയുന്ന ഒരാളാണ്. അതുകൊണ്ട് എവിടെ പോയാലും മറ്റു മനുഷ്യരുമായിട്ട് ചേർന്ന് ജീവിക്കാൻ എനിക്ക് പറ്റും. ആളുകളുടെ അഭാവമോ ഇണകളെ കിട്ടാതിരിക്കുകയോ ഒന്നും എനിക്കുണ്ടായിട്ടേ ഇല്ല. അതുകൊണ്ടൊരു ആപ്പ് വേണം അപരിചിതരായ ഒരാളെ പരിചയപ്പെടാനായിട്ട്. എനിക്ക് അങ്ങനൊരു പ്രശ്നം ഞാൻ അനുഭവിച്ചിട്ടേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് വ്യക്തി ജീവിതത്തിലില്ല. അതേ സമയത്ത് ഇപ്പോൾ ആൾക്കാർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനോ സംസാരിക്കാനുള്ള ഇടങ്ങളില്ലാതിരിക്കുന്നവർക്ക് ഡേറ്റിംഗ് ആപ്പ് വളരെ പ്രയോജനകരമാണ്. അതുകൊണ്ട് ആദ്യത്തെ ഐസ് ബ്രേക്കിങ്ങിന് അതൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അപ്പോഴും ആ ആദ്യത്തെ സംസാരം കഴിഞ്ഞിട്ട് കുടിക്കാൻ വിളിച്ചിട്ടാണല്ലോ പിന്നെ തുടരുന്നത്. അപ്പോൾ ഞാനൊക്കെ ചെല്ലുന്ന എല്ലാ സ്ഥലത്തും ഞാനിപ്പോഴും എന്നും ട്രാവൽ ചെയ്യുന്നതാണ്. ഒരു പരിചയമില്ലാത്ത മനുഷ്യരുടെ ഇടയിലാണ് ജീവിക്കാറുള്ളത്. ഞാൻ അവരുമായിട്ടെല്ലാം ട്യൂൺ ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. നമ്മൾ ചിരിച്ചാൽ പോരെ, അപ്പോൾ തന്നെ അപ്പുറത്തിരിക്കുന്നവരിൽ ചിരിയുണ്ടാകും. അപ്പോൾ തൊട്ട് പരിചയമായി കാര്യം പറഞ്ഞു തുടങ്ങാം. ഞാനിപ്പോൾ റോഡിൻ്റെ സൈഡിൽ എനിക്ക് അറിയുന്ന കാലത്ത് പോലും നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ ആൾക്കാരിങ്ങനെ വരുമ്പോൾ എന്താ എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ച ആൾ പിന്നെ എനിക്ക് ചായ മേടിച്ച് തന്നിട്ടേ പോകത്തുള്ളൂ. ഇപ്പോൾ ഇണക്കാൻ അറിയാമെന്ന് പറഞ്ഞു, മനുഷ്യരെ ഇണക്കാൻ അറിയാം. സാറിൻ്റെ തന്നെ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ഐ എം ജസ്റ്റ് എ ഹ്യൂമൻ ബീങ് എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഞാനൊരു ഫിലാന്ത്രോഫിസ്റ്റാണ് ഒന്നും എഴുതിയിട്ടില്ല. സാർ അപ്പം ഇപ്പോഴും പ്രണയമുണ്ടോ എന്ന് കുട്ടികൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴും പ്രണയമുണ്ട്? പ്രണയമുള്ള ആളാണ്. ഈ മൊമെൻറ്റിലും പ്രണയം എപ്പോഴും എനിക്ക് സത്യത്തിൽ എന്നെ പ്രണയിക്കുന്നവരും ഞാൻ പ്രണയിക്കുന്നവരുമായ ആൾക്കാരുണ്ട്. എന്നെ പ്രണയിക്കുന്നവർ ധാരാളമുണ്ട്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഞാൻ അനുഭവിക്കുകയുള്ളൂ. ഒരു സമയത്ത് 2 പേരെയൊക്കെ പ്രണയിക്കുക എന്ന് പാടുവരും. അത് അങ്ങനെ പോസിബിൾ ആണോ സാർ? എല്ലാവരും പറയും ഒരു ഡിവൈൻ ലവ് എന്ന് പറയുമ്പോൾ നമുക്കത് ഒരാളോട് മാത്രമേ ഒരു ജീവിതത്തിൽ തോന്നുള്ളൂ എന്നൊക്കെ പറയാം. അതൊക്കെ പൊളിച്ചടിക്കാണ് സാർ പറയാറ്. അങ്ങനല്ല. അത് ഡിവൈൻ എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ തന്നെ ഇത് ഒരിക്കലും ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നതിന്. നമ്മൾക്ക് ഒരു സമയത്ത് നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് പലരോട് പ്രണയം തോന്നും. പക്ഷേ കാപ്പി കുടിക്കാൻ പോകാനായിട്ട് ഒരാളുടെ കൂടെ പറ്റുള്ളൂ. സിനിമ കാണാൻ പോകാൻ ഒരാളുടെ കൂടെ പറ്റുള്ളൂ. കഴിയാത്തത് കൊണ്ട് മാത്രമാണ് പല പ്രണയം ഒരു സമയത്ത് പറ്റത്തില്ല എന്ന് പറയുന്നത്. സീരിയലായിട്ട് പ്രണയിക്കാൻ പറ്റും. ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. അല്ലെങ്കിൽ കള്ളം പറയുന്നവരായി മാറും. ഇപ്പം 2 പേരെ പ്രണയിക്കുന്ന ഒരാൾ പറയും നമുക്ക് കടപ്പുറത്ത് നടക്കാൻ പോവാം. അപ്പോൾ മറ്റേ ആൾ പറയും സിനിമയ്ക്ക് പോവാം. ആരുടെങ്കിലും ഒരാളുടെ കൂടെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് മറ്റേ ആൾ ഫോൺ വിളിക്കാൻ പറ്റുന്നിടത്താണെങ്കിൽ വിളിച്ച് ചോദിക്കുന്നുണ്ട് നിങ്ങളെവിടെയാണ് എന്ന് പറയുമ്പം ഞാൻ കടപ്പുറത്ത് മറ്റൊരാളുടെ കൂടെ നടക്കുകയാണെന്ന് പറയാൻ പറ്റത്തില്ല. അത് നമ്മൾ കള്ളം പറയുന്നിടത്തെത്തും. കള്ളം പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് കള്ളം പറയുന്ന ശൃംഖല മാത്രമേ അതിനുള്ളൂ. ഇതുകൊണ്ട് ഞാൻ ആളുകൾ എന്നോട് ചോദിക്കും പലരുടെ അടുത്ത് പ്രണയം തോന്നുന്നു എന്താ വേണ്ടതെന്ന്. ഞാൻ പറയും അതിനകത്ത് ഏറ്റവും സൂട്ടബിളായിരിക്കുന്ന സെലക്ഷനാണത്. സൂട്ടബിളായിട്ട് നിങ്ങൾക്ക് കൂടുതൽ ട്യൂൺ ചെയ്യാൻ പറ്റുന്ന ആരാണെന്ന് ചോദിച്ചാൽ അവരായിട്ട് കൂട്ടുകൂടുക എന്നുള്ളതാണ്. മറ്റേത് നമ്മൾ
സ്റ്റാൻഡ് ബൈ ആയിട്ടും ഒക്കെ നമ്മൾക്ക് വെക്കാൻ പറ്റും. ഈശ്വര, അപ്പം നമ്മളൊക്കെ ഇപ്പം ഫോളോ ചെയ്യുന്ന നമ്മുടെ കുട്ടികളൊക്കെ ബെഞ്ചിങ് ഒക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത് കളഞ്ഞ ആളാണ് സാറൊക്കെ. അപ്പോൾ സാർ ഇത് പറഞ്ഞു, സാറിൻ്റെ ഇതുവരെയുള്ള ലൈഫിൽ ഏറ്റവും നീണ്ടു നിന്ന് അങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ പ്രണയം ഏതായിരിക്കും? അതിപ്പോഴും ജയശ്രീയായിട്ട് തന്നെയായിരുന്നു. കണ്ട് ഞങ്ങൾക്ക് അത്രയും 10-16 വർഷം കുട്ടിയെ വളർത്തുന്ന പണി തൊട്ട് മാത്രമല്ല, ഞങ്ങൾ അത്രയും പാടുപെട്ട് ഡേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച ഒരാളാണ്. ജയശ്രീയായിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഏറ്റവും ലോങ് ആയിട്ടുള്ളതും. ഇന്നും പ്രണയം പഴയതുപോലില്ല, പക്ഷേ സൗഹൃദം തുടരുന്ന ബന്ധമായിട്ട് ഇന്നും തുടരുന്നുണ്ട്. അതുകൊണ്ട് അതാണ് ഏറ്റവും ശക്തവും വ്യക്തവുമായിട്ട് വന്നിട്ടുള്ളത്. അതേ സമയത്ത് ഞാനൊരു 7-8 പേരുമായിട്ട് പ്രണയബന്ധങ്ങളുണ്ടായിട്ടുണ്ട്. അത് ചിലരൊക്കെ 5-6 വർഷം വരെയൊക്കെ പോയിട്ടുണ്ട്. എന്നാലും നീണ്ട് കമ്മിറ്റഡായിട്ടൊരു ബന്ധം സൂക്ഷ്മമായിട്ട് എല്ലാ തരത്തിലും ഇൻ്റലക്ച്വലായിട്ടും ഒക്കെ ഞങ്ങൾക്ക് ഇന്നും ഞങ്ങൾക്ക് രണ്ടുപേരുടെയും സൗഹൃദം ഇപ്പോഴും ഒരാളോട് എന്താ പറയണ്ടേ, എനിക്ക് പ്രൂവ് ചെയ്യാതെ ചെല്ലാൻ പറ്റുന്ന ഞാൻ ഒരാളായിട്ട് ഇന്നും ജയശ്രീ തുടരുന്നുണ്ട്. എന്നാലും ഇത്രയും 7-8 പ്രണയബന്ധങ്ങൾ വളരെ മനോഹരമായിട്ട് ഉണ്ടായിരുന്നു എന്ന് സാർ പറഞ്ഞപ്പോൾ, ഇതൊക്കെ ഒരു എൻഡ് പോയിന്റിൽ എത്തുന്നത് ഏത് നിമിഷത്തിലാണ് സാർ? അല്ലെങ്കിൽ അതിനൊരു വ്യക്തമായ കാരണം ഉണ്ടാവുമല്ലോ? പ്രത്യേകിച്ച് അങ്ങനെയല്ല, നമ്മൾ ഈ പ്രണയിക്കുന്നത് പോലെ തന്നെയാണ് അതിങ്ങനെ ഒരുങ്ങി വരിക ചെയ്യുന്നത്. വസന്തം വരുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നതല്ല. നിങ്ങളിപ്പോൾ അത് ചോദിക്കുമ്പോൾ ഇതിലേതാണ് എന്നുള്ളതാണ്. നമ്മളതിനകത്ത് പല കാരണങ്ങൾ വരുമ്പോൾ അതെല്ലാം കൂടെ ഒന്നിച്ച് കൂടുമ്പോഴാണ് ഒരു എന്താ പറയണ്ടേ, എമർജൻ്റ് ആയിട്ട് നമ്മൾ ആ സമയത്താണ് പല ഘടകങ്ങൾ ചേരുമ്പോഴായിരിക്കും ഒരു കാര്യം സംഭവിക്കുന്നത്. പണ്ടൊക്കെ ആൾക്കാർ പറയും കാരണം കാര്യം എന്നാണ് പറയുന്നത്. അങ്ങനല്ല, കാരണങ്ങളും കാര്യവുമാണുള്ളത്. പല കാരണങ്ങൾ ഒന്നിച്ച് ചേരുമ്പോഴാണ് ഞാനൊരു സാമ്പാർ ഉണ്ടാക്കുന്ന പോലെ പല ചേർന്നിട്ടാണത്. അല്ല അതിനകത്ത് വഴുതനങ്ങയാണ് നല്ലത്, വെണ്ടയ്ക്കയാണ് നല്ലത്, അല്ല മുരിങ്ങയ്ക്കയാണ് നല്ലതെന്നല്ലല്ലോ, അതിൻ്റെ ചേരുവയിലാണുള്ളത്. ഇതുപോലെ പല കാര്യങ്ങൾ ചേർന്ന് ഇണങ്ങി വരുമ്പോഴാണ് പ്രണയം ശരിക്കും പറഞ്ഞ പുഷ്പിക്കുന്നത്. അത് കുറേ ദിവസം ഞാൻ ഒരു പൂവിൻ്റെ കാര്യമൊക്കെ എടുത്താൽ 2-3 ദിവസം അല്ലെങ്കിൽ ഒരു നൈറ്റ് മാത്രം നിന്ന് പോകുന്നത് കൊണ്ട് ഒരു കുറച്ച് നാളത്തേക്ക് അതുണ്ടാവും. അത് കഴിഞ്ഞാൽ അത് ആരും പറയാതെ അതിൻ്റെ എതൾ കഴിഞ്ഞു പോകും. കാരണം ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതില്ലാതായി പോകും. അപ്പോൾ അതുകൊണ്ട് പ്രണയം നമുക്ക് അങ്ങ് അനശ്വര പ്രണയം എന്നൊക്കെ പറയുന്നത് ഒരിക്കലും സാക്ഷാത്കരിക്കാത്തതാണ്. തമ്മിലവരുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതിരിക്കുന്നവർ മാത്രമാണ്. മറ്റേതങ്ങനെയല്ല, അതിനൊരു കൺക്ലൂഷൻ ഉണ്ടാകും. നിങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്, ആ സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിച്ചു തുടങ്ങിയാൽ ആ വിശപ്പ് അങ്ങ് പോവും. അത് കഴിഞ്ഞ് വിട്ട് പിന്നെ ആ ഭക്ഷണം അങ്ങനെ കഴിക്കാനാകത്തില്ല. അപ്പോൾ നമുക്ക് ചെടിപ്പാണ് പിന്നെ ഉണ്ടാകുന്നത്, കാരണം നിറഞ്ഞു പോയി എന്നുള്ളതാണ്. കുറേ ദിവസം കഴിഞ്ഞാൽ വീണ്ടും വിശക്കും, അങ്ങനെയുള്ളൂ. അപ്പം നമ്മളത് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പം ഒരുപാട് കാരണങ്ങൾ കൂടി ചേരുമ്പോഴാണ് സാറിലേക്ക് ഒരു പ്രണയം നിറയുന്നത് എന്ന് സാറ് പറഞ്ഞു. സാറിനെ ഇംപ്രസ് ചെയ്യുന്ന 1-2 കാര്യമൊന്നും ഞങ്ങൾക്ക് അറിയാൻ പറ്റുമോ? അതായത് ഒരാളിൽ 1-2 ഈ കാരണങ്ങൾ എന്നെ ഭയങ്കരമായിട്ടും ഇംപ്രസ് ചെയ്യും അല്ലെങ്കിൽ ചെയ്യിപ്പിക്കാറുണ്ട്. നമ്മുടെ സെൻസസാണ് നമ്മളെ ആദ്യം ആകർഷിക്കുന്നത്. ഒരാളെ ഇവർ ഈ പഠിക്കുകയൊക്കെ ചെയ്യുന്നവർ പറയും 40 സെക്കൻഡിൽ പ്രണയം ഉണ്ടായിപ്പോകുമെന്ന് പറയും. അത് നമുക്ക് താല്പര്യം ഉണരാൻ കാരണമായിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആദ്യമേ തൊട്ട് ജനിതകമായിട്ടും നമുക്ക് ലഭിക്കും, സാമൂഹികമായിട്ടും വ്യക്തിഗതമായും വരും. അതിനെ ഇപ്പോൾ 5-6 പേര് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പം ഒരാളായിട്ട് നമുക്ക് കൂടുതൽ അടുപ്പം തോന്നും. ആ അടുപ്പം തോന്നുന്നത് നമ്മൾ ഈ തരത്തിലുള്ള നമ്മൾ നല്ലതാണ് എന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നതിന് സമാനതയുള്ളത് കാണുമ്പോഴാണ്. അതുകൊണ്ടാണ് കണ്ടാൽ ഉടനെ പ്രണയം ഉണ്ടാകുന്ന ഒരാളുണ്ടാവും, പക്ഷെ സംസാരിക്കുമ്പോൾ പോവും. അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. അവരുമായിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഇല്ലാതായി പോകും. അപ്പോൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് തുടങ്ങിയതെല്ലാം തുടരത്തില്ല. പക്ഷെ ഇതൊക്കെ എന്നാൽ ഒരാളെ കണ്ടപ്പോൾ ഇഷ്ടം തോന്നി, സംസാരിച്ചപ്പോഴും ഇഷ്ടം തോന്നി, അവരുമായിട്ട് കാപ്പുടിക്കാൻ പോയപ്പോഴും കൂടുതൽ ഇഷ്ടം തോന്നി എന്ന് പറയുമ്പോൾ അത് വികസിക്കും. അപ്പോൾ പല കാരണങ്ങളാണ്, പലതരത്തിലാണ് അത് വരുന്നത്. അപ്പോൾ ഈ പ്രണയം എന്ന് പറയുന്നത്
പലതരം എന്ന് പറഞ്ഞാൽ നമ്മളിൽ തന്നെ ഒരു പുരുഷനായിരിക്കുകയാണെങ്കിൽ അവർക്കുള്ളിലൊരു സ്ത്രീയെ പറ്റി ഒരു സങ്കല്പം ഉണ്ടാകും. സ്ത്രീയാണെന്നുണ്ടെങ്കിൽ പുരുഷനെ പറ്റി ഒരു സങ്കല്പം ഉണ്ടാകും. ഇനി സ്ത്രീയും പുരുഷനും അല്ലാത്തവർക്കും സ്ത്രീയോ പുരുഷനോടോ അവരുടെ ഓറിയൻറ്റേഷൻ അനുസരിച്ചിട്ട് അവർക്കൊരു സങ്കല്പം ഉണ്ടാകും. ഈ സങ്കല്പത്തിന് അനുസൃതമായ ഒരാളെ കാണുമ്പോഴാണ് നമുക്കിത് ആരംഭിക്കുന്നത്. അപ്പോഴാണ് 10-20 പേരിങ്ങനെ വരുന്നതിനകത്തുനിന്ന് പെട്ടെന്ന് ഒരാളോട് നമ്മൾ അവരോട് കൂടുതൽ മിണ്ടണമെന്ന് എടുക്കണമെന്ന് നമുക്ക് തോന്നുന്നത് നമ്മളിലുണ്ടായിരിക്കുന്ന നമ്മുടെ ഉള്ളിനകത്ത് നമുക്ക് ഇഷ്ടപ്പെടാനായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ക്രൈറ്റീരിയ വരും. അത് കൾച്ചറലായിട്ട് കിട്ടുന്നതുണ്ട്, ഇൻസ്റ്റിങ്ക്ച്വലായിട്ട് കിട്ടുന്നതുണ്ട്, ജനിതകമായിട്ട് വരുന്ന കുറേ ഇൻഫർമേഷൻസ്. അത് ഇങ്ങനെയുള്ള ആൾക്കാരാണ് നമുക്കിഷ്ടം. അപ്പോൾ ഇത് നമ്മളിലുണ്ടായിരിക്കുന്ന, ഇപ്പോൾ നമ്മൾ വായിക്കുകയും പഠിക്കുകയോ കേൾക്കുകയോ ഭാഷ കേൾക്കുകയോ ഒക്കെ ചെയ്തിട്ടാണല്ലോ നമ്മളൊരു രൂപപ്പെടുന്നത്. ആ രൂപപ്പെടുന്ന സമയത്ത് ഏതാണ് സൗന്ദര്യം എന്നൊക്കെ ഈ കൂടുള്ളവരും നേരത്തെ ഉള്ളവരും ആയിരിക്കുന്നു, നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും മുതിർന്നവരായിരിക്കുന്നവരുമൊക്കെ പറഞ്ഞിരിക്കുന്നതൊക്കെ അതിനകത്തൂടെ നമ്മളൊരു രൂപപ്പെടുത്തും. അതിന് സമാനമായ ഒരാളെ കണ്ട ആ നിമിഷം നമുക്ക് പ്രണയം ആരംഭിക്കും. അതൊരു ജനലിൽ കൂടെ വെറുതെ ഇങ്ങനെ ഒറ്റ കാഴ്ചയിൽ തന്നെ ഉണ്ടായിപ്പോവും. പക്ഷെ അത് തുടരാനായിട്ട് ഈ മറ്റുള്ള രണ്ടാം ഘട്ടത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും വേണ്ടി വരും. ഇപ്പോഴും പ്രണയത്തിലാണെന്ന് പറഞ്ഞു. ഞാൻ വെറുതെ അറിയാനുള്ളൊരു ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ്. സാർ പറഞ്ഞു ഒരു രൂപം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. അങ്ങനെ മലയാള സിനിമയിൽ ഒരു കാലത്ത് ഭരിച്ചിരുന്ന ഏതെങ്കിലും നായികയുമായിട്ട് നമുക്കതിനെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ? അതായത് സാറിന് മനസ്സിൽ അന്ന് കണ്ടതിൽ ഈ ഒരു നായിക സുന്ദരിയായിട്ട് സാറിന് തോന്നിയെന്ന് ഈ സാർ പറയില്ല, ഒരു ഒറ്റ ഗ്ലാൻസിൽ നമുക്ക് ഇവരൊരു സുന്ദരിയാണെന്ന് സാറിൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ച ഒരു നായിക പേര്? അത് പണ്ട് അന്ന് സിനിമ കണ്ടവരെ എല്ലാവരും അങ്ങനെ കരുതുന്നു, അങ്ങനെ തോന്നിയിട്ടുള്ളൂ. അല്ലാതെ പെട്ടെന്ന് പറയുമ്പോൾ സാറിൻ്റെ മനസ്സിലേക്ക് എനിക്ക് തോന്നി ഞാൻ ഹിന്ദി സിനിമയിൽ നൂതനായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത്. ഓക്കെ, പെട്ടെന്ന് തോന്നുന്ന അങ്ങനെ ഒരാൾ. അത് കഴിഞ്ഞിട്ട് പലരും വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഹിന്ദിയിൽ വന്ന അവരായിരുന്നു ഏറ്റവും അത്രയും ഇഷ്ടം തോന്നിപ്പോയ ഒരു അവരെയായിരുന്നു ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളത്. പക്ഷെ അപ്പോഴും അവരല്ലാത്ത എത്രയോ പേരോട് നമ്മുടെ നാട്ടിലുള്ള എനിക്ക് തോന്നുന്നു എൻ്റെ കുട്ടിക്കാലത്തൊക്കെ രാഗിണി, അവരൊരു 3 പേരുണ്ട്. അവരെല്ലാവരെയും ഇഷ്ടമായിരുന്നു. രാഗിണി, പത്മിനി, അവരകത്ത് ഒരു 3 പേരുണ്ടായിരുന്നു. 3 പേരെയും നമുക്കൊക്കെ ഇഷ്ടമായിരുന്നു അന്ന്. അതിനുശേഷം പിന്നെ എനിക്ക് തോന്നുന്നില്ല, സിനിമയിലെടുക്കുന്നവരെയൊക്കെ കാഴ്ചയിൽ എന്തായാലും ഇഷ്ടം തോന്നുന്ന മനുഷ്യർ തന്നെയാണ്. അത് പലതരത്തിലും ഇഷ്ടപ്പെടുമായിരുന്നു. ഇനി സാറിനെ ഭയങ്കരമായിട്ടും സ്നേഹിക്കുന്ന ഒരുപാട് പേര്, പ്രണയിക്കുന്നവരുണ്ടെന്നറിയാം. സാറിൻ്റെ അടുത്ത് വന്ന് തുറന്നത് പറഞ്ഞവരിൽ സാറിന് അവരെ ഒന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് സാർ എങ്ങനെയാണ് അവരെ പറഞ്ഞത് മനസ്സിലാക്കിപ്പിക്കുന്നത്? വേണ്ട എന്നുള്ളത്. കാരണം അവർക്ക് സാറിൻ്റെ അടുത്ത് അമിതമായ ഒരു പ്രണയം ഉണ്ടാവുകയും സാറിന് അവരോടത് കണക്ട് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു മൊമെന്റിൽ എങ്ങനെയാണ് അവരെ അത് സാർ? ഞാൻ ആകെ പറയുന്നത് ഇപ്പോൾ എനിക്കൊരു പ്രണയം ഉണ്ട് എന്നാണ്. ഓക്കെ, അത് പറയുമ്പോൾ തന്നെ ആളുകൾ നിർത്തും. അതാണ് ഏറ്റവും പെട്ടെന്ന് ജലസി വരും. അത് 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 ഇല്ലാതാകാനായിട്ട് എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാവരും ഒഴിഞ്ഞു കിടക്കുന്ന ഒരു കസേരയിൽ ഇരിക്കാൻ നോക്കുകയുള്ളൂ. അല്ലാതെ മറ്റൊരാളെ എടുത്തു കളഞ്ഞിട്ട് അവിടെ ഇരിക്കാനായിട്ട് അത്രത്തോളം മാന്യതയൊക്കെ മനുഷ്യർക്കുണ്ട്. പക്ഷെ ഒരേ സമയത്ത് 2 പേരുണ്ടെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ആ സ്ട്രഗിളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഒക്കെ ഉണ്ടായിരുന്നോ സാറിനും? ഞാൻ വ്യക്തിപരമായി അനുഭവിച്ചിട്ടില്ല. പക്ഷേ ആളുകൾ തമ്മിൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കശപിശ പോലെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ നമുക്കറിയാം ഇതാണ് സംഭവിക്കുന്നതെന്ന്. പക്ഷെ അല്ലാതെ എനിക്കിപ്പോൾ ഇതിൽ ആരാണ് വേണ്ടതെന്ന് അങ്ങനെ ആലോചിക്കേണ്ടി വന്നിട്ടില്ല. നമ്മൾ ആദ്യമേ അപ്പം ഞാൻ പെരുമാറുന്നതിനകത്തുനിന്ന് എനിക്ക് അവരോടാണ് ഇഷ്ടം എന്നവർക്ക് തോന്നുന്നുണ്ടാവും. അതുകൊണ്ട് പിന്നെ ആ കൺഫ്യൂഷൻ ഉണ്ടായിട്ടില്ല. ഞാനൊരു സമയത്ത് ഒരാളാണ് പ്രണയിക്കാറുള്ളത്. ഇത്രയും പറഞ്ഞപ്പോൾ ഇനി ചോദിക്കാനുള്ളത് സാറിൻ്റെ ഒരു മണി സോഴ്സിനെ പറ്റി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എങ്ങനെയാണ് സാറിൻ്റെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് സാറിന് മണി മാനേജ്മെൻ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ 2K കിഡ്സ്. മറ്റേ ആളുകൾ ജീവിക്കുന്നത് പോലെ അല്ല ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ ധനം ഉണ്ടാക്കി ജീവിക്കുക എന്ന് പറയുന്നത് തീരെ ചെയ്തിട്ടില്ല. ഇല്ല, പ്രവൃത്തികൾ ചെയ്യുന്നതിന് ആവശ്യമായ ധനം സമാഹരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് എനിക്ക് വീട്ടിൽ എൻ്റെ അമ്മയും അച്ഛനും നമ്മൾ കുട്ടിയായിരുന്നപ്പോൾ തന്നെ
കുറച്ച് സ്ഥലവും വീടും തന്നിട്ടുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്കൊരു പ്രാഥമികമായ ഭക്ഷണത്തിനാവശ്യമായിട്ടുള്ള ഒരു നീഡ് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടി വന്നിട്ടില്ല. ഓക്കെ. അത് ഉള്ള ആളായിരുന്നു. അങ്ങനത്തെ ഒരു ആവശ്യം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. അടുത്തത് പിന്നെ ഞാൻ ചെയ്ത എല്ലാ പ്രവൃത്തിയും ഇൻകം ജനറേറ്റ് ചെയ്യുന്നതാണെങ്കിലും ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ടല്ല അത് ചെയ്തിട്ടുള്ളത്. ഒരു പ്രവൃത്തി ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന് ബോധ്യമാകുന്നവർ ചെയ്യുകയും അതിനകത്ത് കടങ്ങളുണ്ടാകുകയും ആ കടം പിന്നെ മറ്റുള്ളവരുമായിട്ട് ചേർന്ന് വീട്ടുകയും ചെയ്യുക എന്നുള്ളതാണ്. ഒരു പദ്ധതിയൊക്കെ അങ്ങ് ഉണ്ടാവും, അത് നമ്മളങ്ങ് ചെയ്യുന്നുണ്ടാവും. ആ സമയത്ത് ഒരു കടം മേടിച്ച് അങ്ങ് ചെയ്യും. ചെയ്തതിന് ശേഷമാണ് അത് ഈ കടം വീട്ടാൻ വേണ്ടിയാണ് മറ്റുള്ളവരെ സമീപിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എങ്ങനെ ജീവിച്ചതെന്ന്. ആൾക്കാർ ഈ ചോദിക്കുന്ന ചോദ്യം ഞാൻ സ്വയം ചോദിക്കുന്ന സമയം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം വീട് വിട്ട് പോയി ഒരു ഗുരുകുലത്തിൽ പഠിക്കുകയൊക്കെ ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പം തീരെ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ രീതിയല്ലത്. അവിടെ ഉള്ള സ്ഥലത്ത് നമ്മളെല്ലാം കൃഷി ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്ന ആണ്. പക്ഷെ അപ്പോഴും അത് അതിനകത്തൊന്ന് വരുമാനം ഉണ്ടാക്കി ജീവിക്കുക എന്ന് പറയുന്നവരല്ല. ഒരു 10 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ രണ്ടാമത് എൻ്റെ സ്ഥലത്ത് വന്ന് ജീവിക്കുന്ന, ഞാൻ തന്നെ നേരിട്ട് അധ്വാനിക്കുന്നത്. അത് അന്ന് കൃഷി ചെയ്തിട്ടായിരുന്നു. ഒരു 2 വർഷത്തോളം ഞാൻ കൃഷി തന്നെ ചെയ്ത് 2 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ഫിസിക്കലി ഞാൻ തന്നെ ചെയ്തായിരുന്നു വരുമാനം ഉണ്ടാക്കിയിരുന്നത്. എല്ലാം ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ എല്ലാം ഉണ്ടാക്കുന്ന കാരണം കൊണ്ട് നമുക്ക് പുതിയ ഉടുപ്പ് മേടിക്കാനോ അങ്ങനെയുള്ള ജനറേഷൻ ഉണ്ടാകത്തില്ല. പക്ഷെ ജീവിതം നടന്നങ്ങ് പോകും. മണി സേവിങ്സ് എന്തെങ്കിലും ഉണ്ടോ സാർ? അങ്ങനത്തെ ഒന്നും ഇല്ല, ഇപ്പോഴും ഇല്ല. ഒരു സമയത്ത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. എനിക്കൊരു ഒറ്റ അക്കൗണ്ടേ ഉണ്ടായിട്ടുള്ളൂ. ആ ഒരൊറ്റ അക്കൗണ്ട് തന്നെ ഇന്നും ഉള്ളത്. അത് ജയശ്രീ കാണുന്ന ആ സമയത്ത് പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയായിരുന്നു. അത് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ, സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. വിൽക്കാൻ പറ്റുന്ന പുസ്തകങ്ങളല്ല, മറ്റുള്ളവർക്ക് ഇത് പ്രയോജനകരമാകും എന്ന് വിചാരിച്ചിട്ടായിരുന്നു ആ പുസ്തകങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ആലോചിച്ചാൽ നമുക്ക് കാണാം, ഈ പുസ്തകം വിറ്റിട്ടാണ് ഞങ്ങൾ ജീവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് രണ്ടും നടന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കൃഷി ചെയ്ത് ജീവിക്കുന്നു എന്ന് പറയുന്ന പോലെ പുസ്തകം പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഒരു 10 വർഷത്തോളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ടാവും, ഞങ്ങൾ തന്നെ നേരിട്ട് എഴുതുന്നുണ്ടാവും, അതേപോലെ തന്നെ മറ്റുള്ള ആൾക്കാരുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ടാവും. ഇതെല്ലാം തന്നെയും രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനത്തിന് സഹായകരമായ പുസ്തകങ്ങളാണ്. എളുപ്പം വിൽക്കുന്ന പുസ്തകങ്ങളേ അല്ല. ഒരു 20 പുസ്തകത്തിനടുത്തോളം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വിൽക്കുക എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതുകൊണ്ട് വരുമാനം വരികയും ചെയ്യുമായിരുന്നു. അങ്ങനെയായിരുന്നു. അപ്പോൾ അതായിരുന്നു ശരിക്കും പറഞ്ഞ് ഇൻകം ജനറേറ്റ് ചെയ്തിരുന്നത് ഈ പുസ്തക പ്രസിദ്ധീകരണത്തിനകത്തോടാണ്. അതിൻ്റെ ഒരു അറ്റത്താണ് പിന്നെ ഞാൻ മാസിക എഡിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ DYFIയുടെ മാസിക എഡിറ്റ് ചെയ്യുന്നതായിട്ട് വന്നത്. അപ്പോൾ അതിനകത്തുനിന്നൊരു ഇൻകം വരുമായിരുന്നു. ഈ സ്ഥലം, എനിക്ക് കിട്ടിയ സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്തിരുന്ന തെങ്ങായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ അത് അവിടെ തന്നെ അതിൻ്റെ ചവിട്ടി തന്നെ ഇരിക്കേണ്ട കാര്യമില്ല. മറ്റ് ഇപ്പോൾ നമ്മളൊരു നെൽകൃഷിയൊക്കെ ചെയ്യുമ്പം കൊടുക്കേണ്ട അറ്റൻഷൻ ഒരിക്കലും തെങ്ങിന് വരത്തില്ല. അപ്പം അത് മാസത്തിൽ 1.5 മാസത്തിൽ കൂടുമ്പോൾ നമ്മളൊന്ന് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ജീവിതമായ കാരണം കൊണ്ട് അതും ഒരു ചെറിയ വരുമാനമാണ്. പക്ഷേ ഈ പുസ്തക പ്രസിദ്ധീകരണവും ഇത് രണ്ടും കൂടെ ആകുമ്പോഴത്തേന് എൻ്റെ രീതിയിൽ ഒരു ഉണ്ടാവും. ജയശ്രീക്ക് ജോലി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ജയശ്രീ ഒരു ഡോക്ടറായിട്ട് യഥാർത്ഥത്തിൽ വർക്ക് ചെയ്തിട്ടില്ല. ചെറിയ ഇത് മാത്രമേ ജയശ്രീക്ക് സത്യത്തിൽ നല്ലൊരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടേ ഇല്ല. എൻ്റെ കൂടെ കൂടിപ്പോയിട്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ജയശ്രീ എപ്പോഴും ആരുടെയെങ്കിലും ഒരു അസിസ്റ്റൻ്റായിട്ടൊക്കെ പോയിട്ടായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ ചെയ്തിരുന്ന ഒരു സമയത്ത് സ്വന്തമായിട്ടൊരു ക്ലിനിക്കൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ അത് ജയശ്രീയുടെ വരുമാനത്തിന് അത് ഉപയോഗപ്പെടുമായിരുന്നു. അതിനകത്തുനിന്നൊന്നും തന്നെ ഞാനും ജയശ്രീയും കൂടെ ചേർന്നിട്ട് ഒരു ഇൻകം ജനറേറ്റ് ചെയ്ത് ജീവിക്കുന്ന തരത്തിൽ അല്ലായിരുന്നു. ഈ പുസ്തക പ്രസിദ്ധീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു 5 തൊട്ട് 10 പേര് എൻ്റെ കൂടെ ജീവിക്കുന്നൊക്കെ ഉണ്ടാവും. ധാരാളം പേര് ഒന്നിച്ചുള്ള ഒരു വീടായിരുന്നു. അപ്പോൾ അവരുടെ എല്ലാം ചിലവും ഒക്കെ ഇതിനകത്തു നിന്നാണ് നടന്നു പോകുന്നത്. അപ്പോൾ എന്ത് ഇൻകം ഉണ്ടായാലും ഇപ്പോൾ 1 രൂപ ഉണ്ടായാൽ അതിനകത്ത് 10 പേര് ജീവിക്കും. അങ്ങനെ അങ്ങ് തീർന്നുപോയി. അപ്പോൾ ഈ അക്കൗണ്ടിനകത്ത് ധനം ഒരിക്കൽ വീണത് എൻ്റെ സ്ഥലം വിറ്റ സമയത്ത് കുറച്ച് രൂപയൊക്കെ അതിനകത്തുണ്ടായിരുന്നു. എന്നാലും അന്നൊരു വലിയ സംഖ്യ ആയിരുന്നു സാർ. ആ സംഖ്യയ്ക്ക് പക്ഷേ അന്ന് കനിയെ പഠിപ്പിക്കാനായിട്ട് ആവശ്യമായിട്ട് വന്നായിരുന്നു.
അവർ ഫ്രാൻസിൽ പഠിക്കാൻ പോകുന്ന കാലമായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് കിട്ടിയ കാശിനകത്ത് 2 ഭാഗവും അതിന് വേണ്ടി ചിലവഴിച്ചു പോയി. പിന്നെ ബാക്കി വന്നത് 3ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ അത് ജയശ്രീക്കും കനിക്കും അതിൻ്റെ പങ്ക് കൊടുത്ത്, ഒരു പങ്ക് ഞാനെടുത്ത് എൻ്റെ പങ്ക് എൻ്റെ കൂട്ടുകാരും മറ്റുള്ളവർക്കുമായിട്ട് ഞാനത് പങ്കുവെച്ച് കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് പിന്നെ എൻ്റെ അക്കൗണ്ടിനകത്ത് ഇപ്പം മറ്റുള്ളവർ ഇടുന്ന ഒരു സംഖ്യ ഉണ്ടെന്നേ ഉള്ളൂ. ആളുകൾക്ക് എന്നോട് കൗതുകമുള്ളവർ, എന്നോട് ഇഷ്ടമുള്ളവർ, അവർ ഞാൻ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എൻ്റെ അക്കൗണ്ടിൽ ഇടുന്ന പണമേ ആണ് ഇപ്പോൾ അതിനകത്തുള്ളത്. അതൊരു എന്നാൽ ഒരു മാസമൊക്കെ സാറിന് തള്ളി നീക്കണമെങ്കിൽ എത്ര ഒരു സാറ് പറഞ്ഞു ജീവിക്കണമെങ്കിൽ സാറിന്? എനിക്ക് ജീവിക്കാനായിട്ട് വളരെ കുറച്ച് മതി. കാരണം ഞാൻ 3 നേരം ഭക്ഷണം കഴിക്കുന്നത് തന്നെ ഇല്ല. ഉച്ചയ്ക്ക് ഒരു നേരമാണ് വളരെ ഇതായിട്ട് മെനക്കെട്ട് കഴിക്കുന്നത്. രാവിലെ 2 മുട്ട തിന്നത്തേ ഉള്ളൂ, വൈകുന്നേരം എന്തെങ്കിലും ഫ്രൂട്ട്സ് തിന്നത്തേ ഉള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് ചിലവ് വളരെ കുറവാണ്. എന്നാൽ ഒരു മാസം സാറിന് എങ്ങനെ ജസ്റ്റ് ഒന്ന് മൂവ് എനിക്ക് ജീവിക്കാനാണെന്നുണ്ടെങ്കിൽ 5000 രൂപയ്ക്കകത്ത് മതി ഒരു മാസം. കാരണം ഈ ഭക്ഷണത്തിന് എൻ്റെ ഈ ഫോണിൻ്റെ ഇത് അടയ്ക്കാനാണ് യഥാർത്ഥത്തിൽ കാശ് വേണ്ടി വരുന്നത്. ഓക്കെ, ബാക്കിയൊക്കെ ആൾക്കാർ തരും, ഭക്ഷണം തരും, എല്ലാവരും എനിക്ക് ഭക്ഷണം തരും. തിന്നാനാ പാട്. കാരണം അത്രയും തിന്നാൻ എനിക്ക് കഴിയാതെ പോയിരുന്നതാണ്. അപ്പോൾ എൻ്റെ അക്കൗണ്ടിലിടുന്ന പണത്തിനകത്തെ 80% എന്നെ പരിചയമുള്ള വളരെ ദരിദ്രരായ മനുഷ്യരുണ്ട്. അവരുടെ മരുന്ന് മേടിക്കുന്നതിന്, കുട്ടികളെ പഠിപ്പിക്കുന്നതിന്, അതേപോലെ തന്നെ അത്യാവശ്യം വേറെ ആരും ചോദിച്ചാൽ തരത്തില്ല, അവിടെ നിങ്ങളോട് ചോദിക്കുക തരുമോ എന്ന് ചോദിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഇപ്പം എനിക്കൊരു മാസം ഏതാണ്ട് ഒരു 15,000 തൊട്ട് 25,000 രൂപയുള്ള ചിലവ് വരും. ആളുകൾ ചോദിക്കുന്നവരുടെ പൈസ ഉണ്ടാകട്ടെ. സാറിന് ജീവിക്കാൻ 5,000 മതി. എനിക്ക് അത് തന്നെ വേണ്ടി വരത്തില്ല ഞാൻ പറയുന്നത്. കാരണം ഇപ്പോൾ ഡേറ്റയുടെ വില എന്ന് പറയുന്നത് എനിക്ക് 1,000 രൂപയ്ക്ക് അകത്തായിട്ടുണ്ട്. 2 സിമ്മിനകത്തൂടെയും 500 രൂപയുടെ എടുത്തു കഴിഞ്ഞാൽ 5-6 GB അത്രയേ വരത്തുള്ളൂ ഒരു ദിവസം. ഒരു ദിവസം എത്ര ആരാധികമാരുടെ മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട് സർ? ആരാധികമാരുടെ മെസ്സേജൊക്കെ കുറവാ. കുറച്ച് പേര് എല്ലാവരും എന്നോട് ചോദ്യങ്ങൾ ചോദിക്കും. ഇപ്പം നിങ്ങൾ എടുത്ത് ചോദിക്കുന്ന പോലുള്ള അപ്പോൾ പേഴ്സണലായിട്ടുള്ള ചോദ്യങ്ങൾക്കാണ് ഞാൻ അവരുടെ മറുപടി പറയുന്നത്. പബ്ലിക്കായിട്ടുള്ള ചോദ്യം ഇതുപോലെ ആൾക്കാർ ചോദിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടും. കാര്യമുണ്ട്, ഓരോ ആളിനോട് ഇരുന്ന് പറഞ്ഞിട്ട് നമുക്ക് തീർക്കാൻ ഒക്കത്തില്ല. അപ്പോൾ പബ്ലിക്കായ ചോദ്യമാണെങ്കിൽ പരസ്യമായിട്ട് ചോദിക്കണമെന്ന് പറയും. ഇത്രയൊക്കെ പറയുമ്പോഴും ജീവിതത്തിൽ എല്ലാം ആസ്വദിക്കണം എന്ന് പറയുന്ന ഒരാൾ കൂടിയാണ്. ലഹരി യൂസേജൊക്കെ ഇപ്പം കൺട്രോൾഡ് ആണോ സാർ? കാരണം ഡ്രഗ്സ് അധികം കുട്ടികളെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞ് ഒരിക്കലും അതിൻ്റെ അമിതമായ പിടിയിലേക്ക് പോകരുത് എന്നൊക്കെ സാർ പറയുന്നത് ഞാൻ ഈ ഡ്രഗ് നിരോധിക്കുമ്പം അത് അമിതമായി വിൽക്കപ്പെടുകയും അഗ്രസീവായിട്ട് സെയിലുണ്ടാകുമെന്ന് അറിയുന്ന ആളാണ്. അതുകൊണ്ടാണ് അതങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത്. അത് ഈ കാര്യത്തിൽ ഡ്രഗിൻ്റെ കാര്യത്തിൽ മാത്രമുള്ളതല്ല. രണ്ട് പേര് തമ്മിൽ റിലേറ്റ് ചെയ്യുമ്പോൾ പോലും ഈ പ്രശ്നം ഉണ്ടായാൽ രഹസ്യമായ ജീവിതവും രഹസ്യമായ ലോകങ്ങളും ഉണ്ടാവും. അത് നിയന്ത്രിക്കാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് റെഗുലേറ്റ് ചെയ്യണമെന്നാണ് ഈ പറയുന്നത്. അപ്പം മദ്യം ഇവിടെ റെഗുലേറ്റ് ചെയ്തിട്ടാണ് വിൽക്കുന്നത്. അപ്പോൾ അത് നിയന്ത്രിതമായിട്ട് ഇപ്പം നമ്മളെന്താ ചെയ്യുന്നത്, വണ്ടിക്കകത്ത് കുടിച്ചിട്ട് ഡ്രൈവ് ചെയ്യരുതെന്ന് പറയുന്നത് പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് അറിയുന്ന കാരണം കൊണ്ട് ആളുകൾ കുടിച്ചിട്ട് ഡ്രൈവ് ചെയ്യുമെന്ന് കുറയും. അങ്ങനെ നിയന്ത്രിച്ചാണ് ഇത് കുറയ്ക്കുന്നത്. അതേസമയത്ത് രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ ആളുകൾ യാതൊരു നിയന്ത്രണമില്ലാതെ ചെയ്തോളെ. ഇതുകൊണ്ടാണ് അത് പറയുന്നത്. അല്ലാതെ മദ്യം ഉപയോഗിക്കണമെന്നോ മയക്കുമരുന്ന് ഉപയോഗിക്കണമെന്നൊന്നും അല്ല. അത് ഉപയോഗിക്കാനല്ല പറയുന്നത്. ആര് പറഞ്ഞാലും പറഞ്ഞില്ലേലും ആളുകൾ രഹസ്യമായിട്ട് ഇതൊക്കെ ഉപയോഗിക്കും. പക്ഷെ നിയന്ത്രണത്തോടെ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിനകത്ത് ഉണ്ടാക്കുന്ന നിയമങ്ങൾ, കഠിനമായ നിയമങ്ങളുണ്ടാക്കിയ അണ്ടർവേൾഡ് രഹസ്യ ലോകങ്ങൾ രൂപപ്പെടാതിരിക്കാനാണ് ഈ പറയുന്നത്. രഹസ്യ ലോകത്ത് എന്ത് നിയമം നിങ്ങളുണ്ടാക്കും? ഇപ്പോൾ തന്നെ ഇവിടെ മയക്കുമരുന്ന് നിരോധിച്ച നാടാണിത്. പിന്നെ എങ്ങനെയാണ് ഇത്രയും പേര് ഉപയോഗിക്കുന്നവരായി മാറിയത്? വലിയൊരു സപ്ലൈ ഇപ്പോഴും കേരളത്തിലുണ്ട്. സപ്ലൈ ഉണ്ടാകുന്നത് നിരോധിച്ചത് കൊണ്ടാണെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇപ്പം മദ്യം എല്ലായിടും കിട്ടുന്നില്ലേ? ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാരും മദ്യം ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. അത്രയും ലളിതമല്ലേ ഇത്? മദ്യം സുലഭമായി ലഭിക്കുന്ന ഒരു സമൂഹത്തിനകത്ത് എല്ലാവരും ഉപയോഗിക്കണമല്ലോ. അതാണല്ലോ ഇവരുടെ തിയറി. അത് ശരിയാണെന്നുണ്ടെങ്കിൽ
ഇവിടുത്തെ കേരളത്തിലെ മുഴുവൻ സ്ത്രീകളും മദ്യം ഉപയോഗിക്കുന്നവരായി മാറത്തില്ല. കാരണം എല്ലായിടം കിട്ടുമല്ലോ, മേടിക്കാൻ പറ്റുമല്ലോ. എന്നിട്ടെന്താ പിന്നെ ചെയ്യാത്തത്? അപ്പോൾ അങ്ങനെയല്ല അത് സംഭവിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഈ മാടക്കടകളിലെല്ലാം കഞ്ചാവ് വിൽക്കുമായിരുന്നു. അപ്പോൾ ഞാനൊക്കെ അങ്ങ് മുഴുവൻ പേരും കഞ്ചാവ് വലിക്കുന്നവരായിട്ട് മാറണ്ടേ? സിഗരറ്റ് വിൽക്കുമായിരുന്നു, എല്ലാവരും സിഗരറ്റ് വലിക്കുന്നവരായി മാറണ്ടേ? അങ്ങനെയല്ല. നിയന്ത്രണങ്ങളുണ്ടാകുന്ന സ്ഥലമില്ലെന്നുണ്ടെങ്കിൽ ആളുകൾ രഹസ്യമായിട്ട് അപ്പം നിയന്ത്രണമില്ലാത്ത ഉപയോഗങ്ങളുണ്ട്. അതാണ് ഈ പറയുന്നത്. ഇപ്പം നിരോധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കുറച്ച് അഡിക്റ്റഡായ ആൾക്കാരുണ്ടാകും. അവരെങ്ങനെങ്കിലും ഇത് കിട്ടാനായിട്ട് ശ്രമിക്കും. അപ്പോൾ 50 രൂപ ഉണ്ടായിരുന്ന ഒരു സാധനം നിരോധിച്ചു കഴിഞ്ഞാൽ അത് 100 രൂപയ്ക്ക് വിൽക്കാൻ തുടങ്ങും. 100 രൂപയ്ക്ക് വിൽക്കുമ്പോഴും ഭയങ്കര ശക്തമായ നടപടികളാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് 500 രൂപയ്ക്ക് വിൽക്കുന്ന സാധനമായിട്ട് മാറും. 500 രൂപ വിറ്റാൽ കിട്ടുമെന്ന് വന്നു കഴിഞ്ഞാൽ 10 രൂപയ്ക്ക് കിട്ടുന്ന ഒരു സാധനം 500 രൂപ കിട്ടുമെന്നുണ്ടെങ്കിൽ ദരിദ്രരായ മുഴുവൻ പേരും പെട്ടെന്ന് കാശുണ്ടാക്കണമെന്ന് ആലോചിച്ച് ഇത് ചെയ്യും. അപ്പോഴാണ് അഗ്രസീവായിട്ടുള്ള സെയിൽ വരുന്നത്. ഇപ്പം നമ്മൾ ഈ ടാർഗറ്റഡായിട്ട് ഈ കുട്ടികളെ മുഴുവൻ ഉപയോഗിക്കുന്നവരായിട്ട് മാറുന്നത് അങ്ങനെയാണ്. കാരണം അവരെ വൾണറബിളായ ആൾക്കാരാണ്. അവർക്ക് അവരുടെ മുന്നിൽ ഇതുമായിട്ട് അഗ്രസീവായിട്ട് സെയിൽ ചെയ്യുന്നവരായിട്ട് മാറും. ഇപ്പം ഡ്രഗ് ഉപയോഗിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചോളം വലിയ വിലയാണെന്നുണ്ടെങ്കിൽ അവർക്കത് വാങ്ങി ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർ വിറ്റിട്ട് ഉപയോഗിക്കുന്നവരായിട്ട് മാറും. അങ്ങനെ കഴിക്കുന്ന മുഴുവൻ പേരും വിൽപ്പനക്കാരായി മാറുകയും കൂടെ ചെയ്യുന്നൊരു സ്ഥലം വരും. ഇതൊക്കെയാണ് ഞാനിത് ഒരു ദൂഷിത വലയം എന്ന് പറയുന്ന ഒരു വിക്ഷ്യ സർക്കിളാണത്. അതിനകത്ത് പെട്ടുപോകും നമ്മൾ. ഇത് ഞാൻ പറയുന്ന കാരണം കൊണ്ട് മാത്രമല്ല. 13 വർഷം മദ്യം നിരോധിച്ച ഒരു രാജ്യമായിരുന്നു അമേരിക്ക. 1919 തൊട്ട് 32 വരെ നിരോധിച്ചിരുന്നതാണ്. അന്നാണ് അവിടെ മാഫിയ സംഘം എന്ന് പറഞ്ഞ ഇതുണ്ടായത്. ഓർഗനൈസ്ഡ് ക്രിമിനൽസിനെ ഉണ്ടാക്കാൻ മാത്രമേ നിരോധനത്തിന് കഴിയൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സത്യത്തെ അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റാതാവും. അവർ അടുത്തത് ചെയ്തതെന്ന് വെച്ചാൽ കടലിൽ 3 മൈലിനപ്പുറത്ത് ഇൻ്റർനാഷണൽ വാട്ടറായിട്ടാണ് കാണുന്നത്. അവിടെ വലിയ കാസിനോ, ഈ കപ്പലുണ്ടാക്കി കാസിനോകൾ തുടങ്ങി. അവിടെ മുഴുവനും വയ്ക്കാൻ തുടങ്ങി. അവസാനം ആൾക്കാർ വള്ളത്തെ കയറി അവിടെ പോയിട്ട് ഇത് കഴിക്കും. ഈ മദ്യം ഉണ്ടാക്കുന്നത് അതിൻ്റെ സാങ്കേതിക വിദ്യ വളരെ ലളിതമാണ്. ഒരു പ്രഷർ കുക്കർ ഉണ്ടായാൽ പോലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പണ്ടാണെന്നുണ്ടെങ്കിൽ 2 കുടം വെച്ചിട്ട് ചെയ്തിരുന്ന സാധനമാണ്. അപ്പോൾ ഈ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സാധനം കൂടെ ആകുമ്പോൾ നിരോധിച്ച് കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും കടയിലും എല്ലായിടും ഉണ്ടാക്കാൻ തുടങ്ങി. വീടുകളിൽ മുഴുവനും ഉണ്ടാക്കുന്ന സ്ഥലമായിട്ട് അമേരിക്ക മാറിപ്പോയി ഈ 13 വർഷം കൊണ്ട്. ആകെ അവിടെ ഒന്നും ഉണ്ടായതെന്ന് പറഞ്ഞാൽ മാഫിയ സംഘം ഉണ്ടാകുക എന്നുള്ളത്. നമ്മളിന്ന് മാഫിയ എന്നുള്ള വാക്കുണ്ടായത് അപ്പോഴാണ്. ദരിദ്രരായ ആൾക്കാരും ജീവിക്കാൻ മറ്റ് മാർഗം പെട്ടെന്ന് ഇല്ലാതായി പോകുന്നവരും എല്ലാം പെട്ടെന്ന് പണം ഉണ്ടാക്കാനായിട്ട് ഇത്തരത്തിലുള്ള കാര്യത്തിലേക്ക് പോകും. അത് വരാതിരിക്കാനാണ് അങ്ങനത്തെ നിരോധനങ്ങളുടെ യുക്തി വേണ്ട എന്ന് പറയുന്നത്. അല്ല, ഇത് എല്ലാവരും കൂടെ ഉപയോഗിക്കാനല്ല ഈ പറയുന്നത്. നമ്മൾ വിചാരിച്ചാലും നിയന്ത്രിക്കാൻ കഴിയാത്തത്രയും സൂക്ഷ്മമായിട്ട് ആളുകൾ അറിയാൻ കഴിയാത്ത തരത്തിൽ മറഞ്ഞിരുന്നു കൊണ്ട് ചെയ്യുന്ന ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സംഘങ്ങളുണ്ടാകും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അത് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ട്രാവൽ ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ് സർ, കേരളം ശ്രദ്ധിച്ചില്ലെങ്കിൽ കേരളത്തിന് വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഇൻ 10 years ഇതാണ് എന്ന് സാറിന് തോന്നിയൊരു കാര്യം? അത് അരാഷ്ട്രീയമായിട്ട് ലോകത്തിന്, ഞാൻ ശരിക്കും പറഞ്ഞ ജനാധിപത്യത്തിനകത്ത് നമ്മളെല്ലാം രാഷ്ട്രീയക്കാരാണ്. എല്ലാ ആളും രാഷ്ട്രീയക്കാരായേ പറ്റൂ. ഒരു വോട്ട് കൊടുക്കണ്ടേ? വോട്ടിടണമെന്ന് പോലും അറിഞ്ഞുകൂടാത്തവരായിട്ടാണ് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. അത് അപ്പൊളിറ്റിക്കലായ ജനതയുണ്ടാക്കും. അപ്പൊളിറ്റിക്കലായ ജനതയുണ്ടായാൽ ലോകത്തെ എല്ലാ ദുരിതത്തിനും കാരണമായിട്ട് അവർ തന്നെ മാറും. അതാണ് നമുക്ക് ഉണ്ടാകാവുന്ന അപകടം. ജനാധിപത്യത്തിനകത്ത് എല്ലാവരും പൗരരാണ്. അവരവരുടെ തിരഞ്ഞെടുക്കാൻ അവകാശവും ഉത്തരവാദിത്വവും ഉള്ളവരാണ്. ഇത് പഠിപ്പിക്കപ്പെടാത്ത ക്ലാസ് റൂംസ് ഉണ്ടാകുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറുന്നത്. അപ്പോൾ അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മുടെ നാട്ടിനകത്ത് താരതമ്യേന ജനാധിപത്യത്തിനെ പറ്റി അറിയുന്ന ജനതയാണ്. ഇതിപ്പോൾ നമ്മൾക്ക് നമ്മൾ ഈ സോഷ്യൽ മീഡിയ വരുന്നും ഈ ടെലിവിഷൻ വന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് തന്നെ കേൾക്കാനല്ല, ഒരു കൂട്ടം പറ്റം വന്ന് മറ്റുള്ളവരെ നിശബ്ദരാക്കുന്ന തരത്തിലുള്ള സിസ്റ്റംസാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഒരു ഡിസ്കഷൻ നടക്കാത്ത സമൂഹമായിട്ട് മാറുന്നുണ്ട്. അത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമൊന്നുമല്ല, എല്ലായിടത്തെയും കൂടെ പ്രശ്നമാണ്. ഇൻ്റർനെറ്റ് വലിയതായി തുറന്നു തരുമ്പോഴും
ഈ തരത്തിൽ വളരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വശം അതിനകത്തുണ്ട്. എന്നാൽ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണും പല ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും ജീവിതം കണ്ടിട്ട് നമ്മുടെ അടുത്തൊരു തലമുറ ഭയങ്കരമായിട്ടും ഇൻഫ്ലുവൻസ്ഡ് ആകുന്നതായിട്ട് സാറിന് തോന്നുന്നുണ്ട്. ഇപ്പോൾ സിനിമയിൽ അത് ഇന്ന് സിനിമയുടെ കാര്യത്തിനകത്തോ ഇൻഫ്ലുവൻസേഴ്സ് പണ്ട് ഈ രാഷ്ട്രീയ പ്രവർത്തകരെന്ന് പറയുന്നവർ അല്ലെങ്കിൽ സ്പിരിച്വൽ ആയ ആൾക്കാർ പറയുന്നവരെല്ലാം ഇതേ ഇൻഫ്ലുവൻസേഴ്സാണ്. എത്രയോ പേരുണ്ടായിരുന്നു മഹാന്മാരെന്ന് നമ്മൾ വിചാരിച്ച് അവരുടെ പുറകെ കൾട്ടുണ്ടാകത്തില്ലേ? അതിപ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമൊന്നുമല്ല. നമ്മളൊരു സംഘജീവിയാണ്, മറ്റുള്ളവർ സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുള്ളവരാണ്. മനസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാഷാപരമായിട്ട് നമുക്കൊരു ആന്തരിക ലോകം രൂപപ്പെടാനുള്ളവരാണ്. ഇതുകൊണ്ട് ആശയപരമായിട്ടുള്ള ഏത് സാധനവും നമ്മളെല്ലാം സ്വാധീനിക്കും. അപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ എണ്ണം കൂടി എന്ന് പറയുന്നതാണ് ഉണ്ടായിരുന്നത്, അല്ല പണ്ടില്ലാത്തതല്ല. കോടിക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ആൾക്കാരല്ലയോ മഹാന്മാരല്ല. ഗാന്ധിയെ പോലൊരു ഇൻഫ്ലുവൻസർ ആ സമയത്ത് ആരാ ഉള്ളത്? ആൾക്കാരൊക്കെ ഒരു കാര്യമില്ലാതെ വെജിറ്റേറിയനൊക്കെ ആയില്ലേ. നല്ല തുണിയൊന്നും മേടിച്ച് ഇടാനും പറ്റാതായി പോയിട്ടില്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനെ ആലോചിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇൻഫ്ലുവൻസേഴ്സ് ഇല്ലാതിരുന്ന കാലമൊന്നും ലോകത്തില്ല മനുഷ്യർക്ക്. ഹിറ്റ്ലറെ പോലെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാൾ ജർമ്മനിയിലുണ്ടായിരുന്നുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിലെല്ലാം ഇതുപോലുള്ള ആൾക്കാരുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ അങ്ങനെ സ്വാധീനിക്കപ്പെടത്തില്ല എന്നൊന്നും വിചാരിച്ചുകൂടാ. ഇപ്പോൾ ഉണ്ടാകുന്ന കാര്യമൊന്നുമല്ല. ഇപ്പം പണ്ടാണെങ്കിൽ അപ്പർ ക്ലാസ്സിലുള്ള ഇത്തരത്തിലുള്ള ചില മഹാന്മാരും മിടുക്കന്മാരും ആയിരുന്നു മറ്റുള്ളവരെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നത്. അതിന് പകരം സാധാരണക്കാർ മറ്റുള്ളവരെ ആകർഷിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ഒരു കംപ്ലൈൻ്റൊക്കെ പറയുന്നത്. അത് അപ്പോൾ മാത്രമാണ് ഈ ഇൻഫ്ലുവൻസേഴ്സ് അത്ര നല്ലതല്ല എന്ന് പറയുന്നത്. അല്ല മോഹൻലാലിന് ഇത്രയും സ്വാധീനമാണ്, ഫാൻസ് ഉണ്ടാകുന്നു, മമ്മൂട്ടിക്ക് ഉണ്ടാകുന്നു, ഒരു വഴക്കുമില്ല. പക്ഷേ സോഷ്യൽ മീഡിയയ്ക്കകത്ത് ഒരു പാവം പിടിച്ച ഒരുത്തൻ 50,000 പേര് ഉണ്ടായ മഹാമോശമാണെന്ന് പറയുന്ന യുക്തിയേ ഉള്ളൂ. ഇപ്പോൾ തമിഴ്നാട്ടിലോട്ട് നോക്കിയാൽ പോരെ, വിജയൊക്കെ ഇറങ്ങി നിന്നിട്ട് അവിടെ 10-40 പേര് ചത്തുപോയില്ലേ? ആണ് സാർ. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഈ പാവം പിടിച്ച ഈ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന ആരെങ്കിലും ചെയ്തോ? ഇല്ല, അത്രയില്ല. മാക്സിമം ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു പാവം പിടിച്ച മനുഷ്യന്മാർ ഇച്ചിരി ആൾക്കൂട്ടത്തിനെ ഉണ്ടാക്കിയെന്നുള്ളതിൻ്റെ അസൂയ മാത്രം അത് അങ്ങനെ കണ്ടാൽ മതി. സാറിനെ കിട്ടിയപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞൊരു കാര്യം, അധികം ചോദിക്കാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കണം എന്നാണ്. പക്ഷേ അദ്ദേഹം എന്നും നമുക്ക് മുന്നിലുണ്ട്, നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് സാർ, ഇത്രയും സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ചതിന്. ഒരു മനസ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ നന്ദി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.